ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൺജക്ഷനിൽ മൂന്നാമത്തെ പാർട്ടായ കോറിലേറ്റീവ് കൺജക്ഷനാണ്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റീവ് കൺജക്ഷൻ പഠിച്ചു കഴിഞ്ഞു, സബോർഡിനേറ്റീവ് കൺജക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കോറിലേറ്റീവ് കൺജക്ഷനാണ്. കോറിലേറ്റീവ് കൺജക്ഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ചെയ്തില്ല, പറഞ്ഞില്ല, ഞാൻ ചെയ്തതേ ഇല്ല, ഇങ്ങനെ നെഗറ്റീവ് വരുന്ന മീനിങ് ആണ് ഈ ഒരു വേർഡിന് വരുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെയാണ് സെൻറ്റൻസുകളിൽ പറയാറ് എന്ന് നോക്കാം. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി. ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യാറുള്ളൂ. മിക്ക സെൻറ്റൻസുകളിൽ നമ്മൾ കാണുന്നത് ഹാർഡ്ലി എന്ന് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഡ്ലി പ്ലസ് ഹാഡ്. ഹാഡ്ലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. പ്ലസ് ഹാഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ വെർബ് എന്തിലായിരിക്കണം? V3 ഫോമിലായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു കൺജക്ഷൻ എന്ന് പറയുന്നത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ ആണ്. അവിടെ ഒരിക്കലും നമ്മൾ ദെൻ എന്ന് യൂസ് ചെയ്യാറില്ല, വെൻ എന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, അവൾ വീട് വൃത്തിയാക്കിയില്ല, അതിനു മുമ്പേ അവൾ കുളിച്ചു. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞില്ല, അതിനു മുമ്പേ വേറൊരു പ്രവൃത്തിയിലേക്ക് കടക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഹാഡ്ലി, സ്കേഴ്സ്ലി, അതുപോലെ ബെയർലി എന്നൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഹാഡ്ലിയാണ് നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യാറ്. അതിനുശേഷം വേറൊരു സെൻറ്റൻസും കൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്നും കൂടി യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? അവൾ വീട് വൃത്തിയാക്കിയില്ല, അതിനു മുമ്പേ അവൾ കുളിച്ചു. രണ്ട് പ്രവൃത്തിയുടെ ഒന്ന് തീരും മുമ്പേ ഒന്ന് ചെയ്തു. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഹാഡ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് എന്നാണ് അല്ലേ. ഹാഡ്ലി, ഹാഡ്. ഷീ, പിന്നെ നമ്മൾ വേർബ് എന്തായി മാറും? V3 മാറും. അപ്പോൾ ക്ലീൻ എന്നുള്ളത് ഹാഡ്ലി, ഹാഡ് ഷീ ക്ലീൻഡ് ദ ഹൗസ്. ഹാഡ്ലി, ഹാഡ് ഷീ ക്ലീൻഡ് ദ ഹൗസ്. അവൾ വീട് വൃത്തിയാക്കിയില്ല. ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലോ വന്നിട്ടുള്ളത്. വെൻ. ഇവിടെ നമുക്ക് അപ്പോഴേക്കും അവൾ കുളിച്ചു, അല്ലെങ്കിൽ അതിന് മുമ്പേ അവൾ കുളിച്ചു. വീട് വൃത്തിയാക്കുന്നതിന് മുമ്പേ അവൾ കുളിച്ചു. വേറൊരു പ്രവൃത്തി കൂടി അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കതിനെ കൂട്ടി യോജിപ്പിക്കേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഹാഡ്ലി, ഹാഡ് ഷീ ക്ലീൻഡ് ദ ഹൗസ് വെൻ ഷീ ടുക്ക് എ ബാത്ത്. പാസ്റ്റിലെ കുളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം വെൻ ഷീ ടുക്ക് എ ബാത്ത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മൾ ഹാഡ്ലി, ഹാഡ് യൂസ് ചെയ്തിട്ട് പറയേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വരിക. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതാട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ തുണികൾ ഉണക്കിയില്ല, അതിനു മുമ്പേ മഴ പെയ്തു അല്ലേ. ഞാനൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല, അപ്പോഴേക്കും മഴ പെയ്തു. ഇതെങ്ങനെ പറയും? നമുക്ക് ഹാഡ്ലി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയും? ഹാഡ്ലി, ഹാഡ് ഐ. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്, അതുകൊണ്ട് ഐ വന്നു. ഹാഡ്ലി, ഹാഡ് ഐ. നമ്മൾ ഡ്രൈ, ഉണക്കുക എന്നുള്ള ഡ്രൈൻ്റെ V3 ഫോം എന്താ? ഡ്രൈഡ് എന്നാണ്. അപ്പം ഹാഡ്ലി, ഹാഡ് ഐ ഡ്രൈഡ് ദ ക്ലോത്ത്സ് വെൻ ഇറ്റ് റെയിൻഡ്. ഞാൻ തുണികൾ ഉണക്കിയില്ല, അതിനു മുമ്പേ മഴ പെയ്തു എന്ന് നമുക്ക് ഹാഡ്ലി, ഹാഡ് യൂസ് ചെയ്തുകൊണ്ട് പറയുമ്പം ഹാഡ്ലി, ഹാഡ് ഐ ഡ്രൈഡ് ദ ക്ലോത്ത്സ് വെൻ ഇറ്റ് റെയിൻഡ്. അപ്പോൾ ഹാഡ്ലി, ഹാഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയല്ലോ. 2-3 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ നന്നായി മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഏത് തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹാഡ്ലി ഡേഷ് ഹി ഈറ്റൻ വെൻ ഹി സ്ലെപ്റ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാഡ്ലി ഡേഷ് ഹി ഈറ്റൻ
when he slept. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിനു മുമ്പേ അവൻ ഉറങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വിട്ടുപോയത്? ഇവിടുത്തെ ഓക്സിലറി ആണല്ലേ. അപ്പോൾ ഡിഡ് ഉണ്ട്, ഡു ഉണ്ട്, ഡസ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഏതായിരിക്കും ഇവിടെ ശരിയായ ഓക്സിലറി നമ്മൾ ചേർക്കേണ്ടത്? നമുക്കറിയാമല്ലേ, ഹാഡ്ലി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തൊട്ടടുത്ത് എന്ത് യൂസ് ചെയ്യും? ഹാഡ് എന്ന് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹാഡ് ഷീ പിക്കപ്പ് ദ ഫോൺ ഡേഷ് ദ കോൾ കെയിം. അതായത് അവൾ ഫോൺ എടുത്തില്ല, അതിനു മുമ്പേ അവൾക്ക് കോൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് എന്താണ് പോയത്? ഹാഡ് ഷീ പിക്കപ്പ് ദ ഫോൺ ഡേഷ് ദ കോൾ കെയിം. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം. വെൻ ഉണ്ട്, ദെൻ ഉണ്ട്. ഇവിടെ ഏതായിരിക്കും സ്യൂട്ടായത്? നമുക്ക് വെൻ ആണല്ലേ ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ പറയും? ഹാഡ് ഷീ പിക്കപ്പ് ദ ഫോൺ വെൻ ദ കോൾ കെയിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഡ്ലി, സ്കിയേഴ്സ്ലി, ബെയർലി ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയല്ലോ. സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പം കൺജക്ഷനിൽ 3ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി ഇത് മുഴുവനൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.